ബ ബ ബ. ഇതിന്റെ ട്രെയിലർ വന്നതിന് ശേഷം സിനിമയുടെ ഹൈപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഹൈപ്പ് സിനിമയ്ക്കൊരു പണിയാകുമോ എന്നുള്ള സംശയങ്ങളുമുണ്ട്. എനിവേ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഒരു ട്രെയിലർ ഒരു ട്രെയിലറായിട്ടല്ല, പകരം ഒരു ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ട്രെയിലറിൽ സിനിമയുടെ പ്ലോട്ടോ ജോണറോ ഒന്നും തന്നെ റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ നടക്കാൻ പോകുന്ന വലിയൊരു സംഭവത്തിന്റെ ചെറിയൊരു തീപ്പൊരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ദിലീപേട്ടനും ലാലേട്ടനും വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു സിനിമയുടെ ജോണർ എന്താണെന്ന് ചോദിച്ചാൽ നല്ല ചോദ്യം. അടുത്ത ചോദ്യം. വലിയ പിടിയൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു മാഡ്നസ് സംഭവമാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പടം കാണാൻ പോകുന്നവർ ലോജിക് എന്ന സംഭവം തിയേറ്ററിന്റെ വെളിയിൽ വെച്ചിട്ട് മാത്രം അകത്തേക്ക് കയറുക. ലോജിക്കില്ല എന്ന് വെച്ച് ഒരു ബാലയ്യ പടം പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. ട്രെയിലറിൽ തന്നെ ഒരുപാട് റെഫറൻസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മീശ മാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയുടെ ഒരു കംബാക്കും, സിഐഡി മൂസയിലെ ഐക്കോണിക് കാറും, പിന്നെ ഗില്ലി യൂണിവേഴ്സും, അങ്ങനെ ഇഷ്ടംപോലെ റെഫറൻസുകളാണ് ഈ ഒരു ട്രെയിലറിൽ മാത്രമായിട്ട് ഉള്ളത്. ട്രെയിലറിൽ ഇത്രയുണ്ടെങ്കിൽ പടത്തിൽ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇതിന്റെ ഇരട്ടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ടീസർ വന്ന ടൈമിൽ ഇതൊരു ടൈം ട്രാവലിംഗ് സൈഫൈ മൂവി ഒക്കെ ആണെന്ന് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ട്രെയിലർ വന്നപ്പോൾ അത് കൺഫേം ആയി, ഇത് അതല്ല എന്ന്. എന്തായാലും ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ പടം തന്നെയായിരിക്കും. ആരാധകർക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മാഡ്നസ് ഫെസ്റ്റിവൽ. ഇതിലെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ സാൻഡി മാസ്റ്റർ, ദേവ്ജി, അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, പിന്നെ ജയിലറിലും ബീസിലും ഡോക്ടറിലും ഒക്കെ നമ്മൾ കണ്ടു പരിചയപ്പെട്ട റെഡിൻ കിങ്സ്ലിയും ഒക്കെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഷാൻ റഹ്മാനാണ്. മൊത്തത്തിലൊരു മികച്ച ടീം ഈ ഒരു പടത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ മാത്രമാണ്, ഓവർ എക്സ്പെക്ടേഷൻസ് അല്ല. കാരണം ഓവർ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കും. ഒരു ബിഗ് കൊമേഴ്ഷ്യൽ ഫിലിം വിത്ത് നോ ലോജിക്, ഇതാണ് ഞാൻ ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഇതിന്റെ ജോണറും, ഇത് തന്നെയായിരിക്കും പടത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നതും. അപ്പോൾ പടം കാണാൻ പോകുന്നവർ ഇത് തന്നെ പ്രതീക്ഷിച്ചു പോവുക. ഇനി ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ബിരിയാണി തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളും അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ പറയാൻ കഴിയില്ല.